ജനപ്രിയ റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളം സീസൺ 6 കാണിച്ചുകൂട്ടുന്ന തെമ്മാടിത്തരത്തിനെതിരെ വീണ്ടും കേസ്. അക്രമവും അശ്ലീലവും ഒരു മറയുമില്ലാതെ അവതരിപ്പിക്കുന്നു എന്നും ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തലസ്ഥാനത്ത് നിന്നും സാമൂഹ്യ പ്രവർത്തകനായ അജു കെ മധുവാണ് മുഖ്യമന്ത്രിക്കും ക്രിമിനൽ അഭിഭാഷകൻ ആളൂർ മുഖേന ഹൈക്കോടതിയിലും കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പൊതുപ്രവർത്തകന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് കാട്ടാക്കട ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തു. അജു, ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഏഷ്യാനെറ്റ് പോലത്തെ വലിയ സ്ഥാപനത്തിനെതിരെ ബിഗ് ബോസിനെതിരെ കേസ് കൊടുക്കാനുള്ള കാരണം? ഞാൻ ഈ ബിഗ് ബോസിനെതിരെ ഇതെൻ്റെ രണ്ടാമത്തെ തവണയാണ് ഞാനൊരു കേസ് ഫയൽ ചെയ്തത്. കഴിഞ്ഞ ഈ 5ാം സീസണിലും ഞാൻ ഇതുപോലെ ബിഗ് ബോസിനെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കേസ് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ കേസ് കൊടുത്തപ്പോഴത്തേക്ക് ഇത്രത്തോളം ജനശ്രദ്ധ നേടിയിട്ടില്ലായിരുന്നു അന്ന് ആ ടൈമിൽ ഞാൻ കേസ് കൊടുത്ത സമയത്ത്. പക്ഷേ ഈ 6ാം സീസണിൽ ഞാൻ ഈ കേസ് ഫയൽ ചെയ്ത സമയത്ത് ഒരുപാട്, അതായത് ഈ ഏഷ്യാനെറ്റിൽ ഈ ബിഗ് ബോസ് എന്ന ജനപ്രിയ പരമ്പര കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ഇപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം, അത് തെമ്മാടിത്തരം എന്ന് പറയാൻ പറ്റും. തെമ്മാടിത്തരം അതായത് ഈ കൊച്ചു കുട്ടികൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഈ ബിഗ് ബോസ്. പക്ഷെ അതിൽ വരുന്ന ഈ അശ്ലീല ചുവയുള്ള കണ്ടന്റുകൾ, അതുപോലെ സെക്സ് പരമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ, പിന്നെ അത് കൂടാതെ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഒരു മാസം മുമ്പ് അതിൽ നടന്ന ഒരു അടി, അസി റോക്കി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിലൊരു മത്സരാർത്ഥിയെ മൃഗീയമായി മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു പ്രമുഖ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് എന്ന പരമ്പരയ്ക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്തത്. ആ കേസ് ഫയൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡിവൈഎസ്പി ഓഫീസിൽ മൊഴിയെടുക്കാൻ എന്നെ വിളിച്ചിട്ടുള്ളത്. അജു, ഇത് ആര് മുഖേനയാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്? ഈ കേരളത്തിലാണ്, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയർ ശ്രീ ആളൂർ വക്കീൽ മുഖാന്തരമാണ് ഞാൻ ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. സാധാരണ അദ്ദേഹം ക്രിമിനൽ കേസുകൾ മാത്രമാണ് വാദിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ കേസിലൊരു താല്പര്യം കാണിച്ചത്? ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു പ്രമുഖ ചാനലാണ്, അത് വലിയൊരു നെറ്റ്വർക്കാണ്. അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള വക്കീലിനെ കൊണ്ടേ കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പല വക്കീലന്മാരെ സമീപിച്ചിട്ടുണ്ട്. ഏത് വക്കീലിനെ സമീപിച്ചാലും അവർക്ക് ഇത്തരത്തിലുള്ള ചാനലിനെതിരെ പ്രതികരിക്കാൻ ഒരുപാട് പേടിയാണ്. പക്ഷേ ആളൂർ എന്ന് പറഞ്ഞ വക്കീൽ ഈ കേസ് വളരെ, അതായത് ധൈര്യത്തോടു കൂടി നമുക്ക് സപ്പോർട്ട് തന്നാണ് അദ്ദേഹം ഈ കേസ് ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ആളൂർ വക്കീലിനെ സമീപിച്ചതും കേസ് കൊടുത്തത്. ഈ പ്രധാനമായും ഇപ്പം അജു ഉന്നയിക്കുന്ന ആവശ്യം ഈ പരിപാടിയുടെ കണ്ടന്റിൽ മാറ്റം വരുത്തണമെന്നാണോ, അതോ ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ളതാണോ? അല്ല, ഈ പരിപാടി നമ്മളെ കൊണ്ട് ഒരു കാരണവശാലും അവസാനിപ്പിക്കാൻ പറ്റില്ല. അതായത് വലിയൊരു ലോബിയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അതായത് കേരളത്തിലൊരു മഹാനടനാണ് ഇതിൻ്റെ അവതാരകൻ. അപ്പം നമുക്ക് ഈ പരിപാടി ഒരു കാരണവശാലും നിർത്താൻ നമുക്കൊണ്ട് സാധിക്കും. അതേസമയം നമുക്കറിയാം, ഇതിനു മുമ്പും ബിഗ് ബോസിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു. എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ ബിഗ് ബോസിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് പരിശോധന നടത്തിയത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. ചട്ടലംഘനമുണ്ടെന്ന് കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. തത്സമയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് വിവിധ ഭാഷകളിലായി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൽ ശാരീരിക ഉപദ്രവം വരുത്തൽ ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നതും. നിയമലംഘനം കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെപ്പിക്കണമെന്നാണ് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖും എം എ അബ്ദുൽ ഹക്കീമും വ്യക്തമാക്കിയത്. 1995 ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമപ്രകാരം ഒരു വ്യക്തിയുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുന്ന ഉള്ളടക്കം പ്രക്ഷേപണം ചെയ്യുന്നതിന് നിരോധനമുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികൾ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. അടുത്തിടെ സംപ്രേഷണം ചെയ്ത എപ്പിസോഡിൽ സിജോ ജോൺ എന്ന മത്സരാർത്ഥിയെ മത്സരാർത്ഥിയായ റോക്കി ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. ഇതിന് പിന്നാലെ റോക്കിയെ ഈ ഷോയിൽ നിന്നും പുറത്താക്കി. വിഷയം ഏറെ ഗൌരവതരമാണെന്ന് വ്യക്തമാക്കിയ കോടതി നിയമലംഘനം പരിശോധിക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. അതിനിടെ ക്യൂർ കമ്മ്യൂണിറ്റിയെ മോശമായി ചിത്രീകരിച്ചെന്നും ബിഗ് ബോസ് ഷോയ്ക്കെതിരെ വിമർശനമുണ്ട്. സ്വവർഗ അനുരാഗിയായ മത്സരാർത്ഥിയെ അപമാനിച്ചെന്ന പരാതിയുമായി ദിശ സംഘടന കേരള ബ്രോഡ്കാസ്റ്റിംഗ് കണ്ടന്റ് കംപ്ലയിന്റ് കൌൺസിലിനെയും സമീപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.